നോമ്പിൽ പ്രാർത്ഥനാ പ്രചരണത്തിന് വാതിലുകൾ തുറന്നിടാൻ സ്പെയിനിലെ മഠങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച പ്രാർത്ഥനാ വർഷത്തിന്റെ ഭാഗമായുള്ള ക്യാമ്പയിന് സ്ലോ ഡൗൺ സ്റ്റോപ്പ് പ്രേ എന്നതാണ് ആപ്തവാക്യം. നോമ്പുകാലത്ത് വിശ്വാസി സമൂഹത്തിന് ദൈവവുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താൻ സഹായിക്കുന്നതിന് വേണ്ടി മിണ്ടാമഠങ്ങൾ ഉൾപ്പെടെ 100ഓളം സന്യാസ മഠങ്ങളുടെ ചാപ്പൽ വാതിലുകൾ നോമ്പുകാലത്തെ 3ാമത്തെ വ്യാഴാഴ്ച വൈകുന്നേരം 7 മണിക്ക് തുറന്നിടും. ഇതുവഴി വിവിധ സന്യാസ സമൂഹങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ മനസ്സിലാക്കാൻ വിശ്വാസി സമൂഹത്തിന് അവസരം നൽകുക എന്ന ലക്ഷ്യം കൂടി വെക്കുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായ ക്ഷേമത്തിന് 200 കോടി അനുവദിക്കുമെന്ന് കർണാടക ബജറ്റ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് ജനപ്രിയ വാഗ്ദാനങ്ങളുമായി കർണാടക സർക്കാരിന്റെ ഈ വർഷത്തെ ബജറ്റ് ധനവകുപ്പിന്റെ കൂടെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അവതരിപ്പിച്ചു. ക്രിസ്ത്യൻ സമുദായ ക്ഷേമത്തിന് 200 കോടിയും വഖഫ് വസ്തുക്കളുടെ സംരക്ഷണത്തിനും വികസനത്തിനും 100 കോടിയും വകയിരുത്തി. തീർത്ഥാടന കേന്ദ്രങ്ങളുടെ വികസനത്തിന് 200 കോടി നീക്കിവെച്ചു. സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന് 393 കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് സ്വകാര്യ കോളേജുകളിൽ നഴ്സിംഗിന് പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഫീസ് ഇളവ് പുനരാരംഭിക്കും. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് കർണാടക സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് 6% പലിശ നിരക്കിൽ 10 കോടി രൂപ വരെ അനുവദിക്കും. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെ അധിനിവേശവും യുദ്ധങ്ങളും മൂലം പലായനം ചെയ്യേണ്ടി വന്ന ക്രൈസ്തവരുടെ സ്വത്തുവകകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സിറിയയിൽ ഹൈക്കമ്മിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റ് എന്ന പേരിൽ ഒരു ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടന തങ്ങളുടെ തലസ്ഥാനമാക്കി വെച്ചിരുന്ന റാക്കയിലാണ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രദേശം ഭരിക്കുന്ന ശക്തികളിൽ നിന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കാൻ എങ്ങനെ നയം രൂപീകരിക്കാമെന്നതിന്റെ തെളിവാണ് തങ്ങളുടെ ഈ പദ്ധതിയെന്ന് ഹൈക്കമ്മിറ്റി ഫോർ റിയൽ എസ്റ്റേറ്റ് സെക്രട്ടറി ഫാദി ജാജോ മാധ്യമങ്ങളോട് പറഞ്ഞു. കുമ്പസാരിപ്പിക്കുന്ന വൈദികർക്ക് ഉണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ, കുമ്പസാരം നമ്മെ വീണ്ടും പിടിച്ചുയർത്തുന്ന കൂദാശയാണ്. നമ്മുടെ വീഴ്ചകളുടെ കഠിനമായ നിലത്ത് കിടന്ന് കരഞ്ഞു കഴിയാൻ നമ്മെ അനുവദിക്കുന്നില്ല. ഇത് ഉത്ഥാനത്തിന്റെ കൂദാശയാണെന്നും ശുദ്ധമായ കാരുണ്യമാണെന്നും കുമ്പസാരങ്ങൾ കേൾക്കുന്ന പുരോഹിതർ കരുണയുടെ മാധുര്യം അനുഭവവേദ്യമാക്കണമെന്നും തന്റെ ട്വിറ്റർ സന്ദേശത്തിലൂടെ പാപ്പ വൈദികരോട് ആഹ്വാനം ചെയ്തു. ഫ്രാൻസിസ് പാപ്പായുടെ പേരിൽ വ്യാജ സന്ദേശം പ്രചരിക്കുന്നു. നോമ്പുകാലം ആരംഭിച്ചതിന് പിന്നാലെ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാജ പ്രചരണം. ത്യാഗം വയറിലല്ല, മത്സ്യമാംസാദികളിലല്ല, ഹൃദയത്തിലാണ് നോമ്പും പശ്ചാത്താപവും വേണ്ടത് എന്ന ആമുഖത്തോടെ ഫ്രാൻസിസ് പാപ്പായുടെ വാക്കുകൾ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന കുറിപ്പ് പാപ്പായുടെ വാക്കുകൾ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇംഗ്ലീഷിൽ പ്രചരിച്ച പോസ്റ്റിന്റെ ഈ പ്രചാരണം പിന്നീട് മലയാളത്തിലും വൈറലായി മാറുകയായിരുന്നു. എന്നാൽ നോമ്പുകാലത്തോടനുബന്ധിച്ചോ മറ്റു അവസരങ്ങളിലോ പാപ്പ ഇങ്ങനെ ഒരു ചിന്ത പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യം.